നേട്ടങ്ങളുണ്ടാവും. ഇബാദത്തിന് ആവേശം ഉണ്ടാവും. അതോടൊപ്പം തന്നെ 2 റക്അത്ത് അവ്വാബി നിസ്കാരം കൊണ്ട് സ്വർഗത്തിലൊരു വീട് തന്നെ ലഭിക്കും എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ആകയാൽ നമ്മളെന്തായാലും മഗ്‌രിബിന്റെ ശേഷമുള്ള സുന്നത്തൊക്കെ നിസ്കരിക്കുമല്ലോ. ആ സുന്നത്ത് കഴിഞ്ഞ ഉടനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 റക്അത്ത്, അവ്വാബീനിലെ ചുരുങ്ങിയതാണ് 2 റക്അത്ത്, കൂടിയാൽ 20 റക്അത്താണ്. അത് നമുക്ക് പ്രയാസമാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 റക്അത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം. പല സ്വാലിഹീങ്ങള് ഉസ്താദുമാര് അവരൊക്കെ കണ്ടിട്ടില്ലേ, ഒരുപാട് നേരം റമദാൻ അല്ലാത്ത കാലത്തും നിസ്കരിക്കുന്നതൊക്കെ. അതൊക്കെ ഈ സ്വലാത്തുൽ അവ്വാബീനാണ്. അത്രയൊന്നും നമുക്ക് സാധ്യമാവുന്നില്ലെങ്കിലും ഒരു 2 റക്അത്തെങ്കിലും നമ്മൾ ജീവിതത്തിൽ ശീലമാക്കേണ്ടതുണ്ട്. അതുവഴി നമുക്ക് സ്വർഗത്തിലൊരു വീട് ലഭിക്കുകയാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയത്തെ ഇബാദത്തുകൊണ്ട് സമ്പന്നമാക്കലും ആ സമയത്ത് ഇബാദത്തുകൊണ്ട് ഹയാത്താക്കലും പ്രത്യേകം പണ്ഡിതന്മാര് നിർദ്ദേശിച്ചതാണല്ലോ. ആ സമയത്തിന്റെ വില കൂടി മനസ്സിലാക്കി ഈ അവ്വാബി നിസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. റബ്ബ് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ.